ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 15 നോക്കാൻ പോകുന്നത് ഹൗ ടു ബിൽഡ് യുവർ ബ്രാൻഡ് നെയിം, ലോഗോ ആൻഡ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസൊന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ബ്രാൻഡ് നെയിം, ലോഗോയും ഐഡൻറ്റിറ്റിയും ഒക്കെ നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നോ യുവർ പേർപ്പസ്. ആദ്യം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബിസിനസ് തുടങ്ങിയേ എന്നുള്ളൊരിത് നമുക്ക് എപ്പോഴും വേണം. ഒരു വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ വീഡിയോയിൽ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ് ആൻഡ് ചൂസ് ദ നെയിം. അതായത് ഇപ്പം നിങ്ങൾ ഡ്രസ്സ് റിലേറ്റഡ് ആണെങ്കിൽ അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ഓഡിയൻസ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു നെയിം നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കീപ്പ് ഇറ്റ് സിമ്പിൾ. അതായത് നമുക്ക് സ്പെല്ല് ചെയ്യാനും, അതായത് സ്പെല്ലിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യാനും ഓർത്തിരിക്കാനും ഒക്കെ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള പേരാണെങ്കിൽ പെട്ടെന്ന് അത് എല്ലാവരുടെയും മനസ്സിൽ ക്യാച്ച് ചെയ്യും. അല്ലാത്തൊരു ടഫായിട്ടുള്ള എന്തെങ്കിലും ഒത്തിരി വാക്കുകളും ഒത്തിരി എന്താ പറയുന്നത് പ്രൊനൗൺസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ അവർ ഇന്ന് ഓർത്തിരുന്നിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ അത് മറന്നു പോകും. സോ അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ മേക്ക് ഇറ്റ് യുണീക്ക്. അതായത് മറ്റാരെയും കോപ്പി ചെയ്യാതെ നിങ്ങളുമായിട്ട് തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നല്ലൊരു പേര് യുണീക്കായിട്ട് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഒരു നല്ലപോലെ റൺ ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ബുട്ടീക്കുണ്ട്. അപ്പം ആ ബുട്ടീക്കിൻ്റെ പേര് നിങ്ങളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ്, അതൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് ആയിരിക്കും നിങ്ങൾ ഇടുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ കോപ്പി ചെയ്യുന്നത് അത് ഫ്യൂച്ചറിൽ നല്ലതായിട്ടിരിക്കത്തില്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഒരു മാർക്ക് എപ്പോഴും വേണം. അപ്പോൾ അതിന് വേണ്ടി യുണീക്ക് ആക്കുക. റിഫ്ലക്റ്റ് യുവർ നീഷ്. അതായത് ഒരു ഹിൻറ്റ് വേണം ആ ഒരു പേരിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇപ്പോൾ ഫുഡാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ്, അല്ലെങ്കിൽ മേക്കപ്പ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിമാണെങ്കിൽ, ഇപ്പോൾ തന്നെ ചില സലൂണിലൊക്കെ നിങ്ങൾക്ക് കാണാം ഗ്ലാം സലൂൺ. അപ്പോൾ അതൊരു ഗ്ലാമറസ് അല്ലെങ്കിൽ നല്ലൊരു ഗ്ലാം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പേരാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നല്ല പേര് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെക്ക് അവൈലബിലിറ്റി. അതിൻ്റെ ഡൊമെയിന്, സോഷ്യൽ ഹാൻഡിൽസ് ഒക്കെ ഫ്രീ ആണോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്ലാം ബുട്ടീക്ക് എന്ന് വെച്ചോ. ഇത് ആക്ച്വലി ഗ്ലാം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. നിങ്ങളായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും നിങ്ങളുടെ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ യുണീക്ക്, അല്ലെങ്കിൽ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറവായിരിക്കും. പക്ഷേ നമ്മളൊരു വേർഡ് എടുക്കുമ്പോഴത്തേക്ക്, ഇംഗ്ലീഷ് റിലേറ്റഡ് വേർഡ് എടുക്കുമ്പോഴത്തേക്ക് അത് ഓൾറെഡി ഒത്തിരി പേര് ബുട്ടീക്കിന് അല്ലെങ്കിൽ സലൂണിലൊക്കെ റിലേറ്റഡ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ഡൊമെയിൻ, അതായത് നമ്മൾ ഇപ്പം ഫ്യൂച്ചറിൽ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബൊക്കെ ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് അടിക്കുമ്പോൾ തന്നെ അവർ പറയും യു കെ നോട്ട് യൂസ് ദിസ് യൂസർ നെയിം, അല്ലെങ്കിൽ നെയിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കിടക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾ അവർ ചൂസ് ചെയ്യുന്ന എന്തെങ്കിലും എക്സ്ട്രാ ലെറ്റേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടേ, നമ്പേഴ്സോ യൂസ് ചെയ്തിട്ടേ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടാവില്ല. സോ എപ്പോഴും ഒരു പേര് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി നോക്കുക. തിങ്ക് ലോങ് ടേം. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇന്നൊരു കുർത്തിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളൊരു പേരിട്ടു കോട്ടൺ കുർത്തീസ് എന്നിട്ടെന്ന് വെച്ചോ. അതാണ് നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര്. പക്ഷേ നിങ്ങൾ ലോങ് ടേമിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കോട്ടൺ സാരീസും കൂടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഒരിക്കലും കുർത്തീസ് എന്ന് പേരെടുത്ത് കോട്ടൺ കുർത്തീസ് എന്നിട്ടിട്ട് പിന്നെ അതിനകത്ത് സാരീസ് അല്ലെങ്കിൽ ചുരിദാർ
ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ആളുകൾക്ക് അത് എന്താണ് പേരുമായിട്ട് ലിങ്ക് ആവത്തില്ല. കാരണം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പേര് വെച്ചിട്ട് അവർ കുർത്തീസ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സാരീസ് ഇടുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോട്ടൺ ഹബ്ബ് എന്നിടാം, അല്ലെങ്കിൽ അതുമായിട്ട് കോട്ടണിനകത്ത് വരുന്ന എല്ലാം കൂടെ വരുന്ന ഒരു പേരിടാം. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴേലും ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ലോങ് ടേം ആയിട്ട് ചിന്തിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. നിങ്ങൾ കുർത്തീസ് തുടങ്ങി എൻഡ് വരെ നിങ്ങൾ ഈ ഷോപ്പ് തുടങ്ങുന്ന എൻഡ് വരെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് നിങ്ങൾ കുർത്തി മാത്രമേ ചെയ്യത്തുള്ളൂ 100% ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ഇടുക. അതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ അവോയ്ഡ് കോംപ്ലെക്സ് വേർഡ്സ്. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഒത്തിരി ഹാർഡായിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള വേർഡ്സൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പം തന്നെ KFC ആകെ 3 letters മാത്രമേ ഉള്ളൂ അതിനകത്ത്, അത് ഹിറ്റായി അല്ലേ. അതുപോലെ തന്നെ ബർഗർ കിങ് ഒരു സിമ്പിൾ 2 വേർഡാണ് അതിനകത്ത് അല്ലേ. അപ്പം അതുപോലെ മാഗി, നൂഡിൽസിൻ്റെ മാഗി, അതുപോലെ സിമ്പിൾ നെയിംസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ ഓർത്തിരിക്കും. ടെസ്റ്റ് ഇറ്റ് ഔട്ട്. നിങ്ങൾ പേര് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ പേര് വെച്ചിട്ടൊന്ന് സംസാരിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾ ആ ഒരു ഫീല് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആളുകൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഫീഡ്ബാക്കും കൂടെ എടുക്കുക. ഗെറ്റ് ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ചൂസ് എ സ്റ്റൈൽ. അത് മിനിമൽ ആവാം, ബോൾഡ് ആവാം, എലഗൻ്റ് ആവാം. നമ്മുടെ ആ ഒരു വൈബിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈല് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നമുക്ക് ലോഗോയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ പിക്ക് റൈറ്റ് കളേഴ്സ്. അതായിരിക്കും ബ്രാൻഡ്സ് ഇമോഷൻ. അതായത് ഈ കളേഴ്സ് ചിലപ്പം ബ്ലാക്ക് ആയിരിക്കും, ബ്ലാക്കും ഗോൾഡും അല്ലെങ്കിൽ വയലറ്റ്, അതൊക്കെ ഒരു റോയൽ കളേഴ്സിൽ വരുന്ന കുറച്ച് കളേഴ്സാണ്. അല്ലെങ്കിൽ ഇപ്പം ബേബി ബ്ലൂ ആണെങ്കിൽ കുറച്ച് സട്ടിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളേഴ്സാണ്, കിഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ബേബി പിങ്ക് ആണെങ്കിൽ ഇപ്പം ബേബി ഗേൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കളേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കളർ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസ് റീഡബിൾ ഫോൺസ്. ഒത്തിരി ഇങ്ങനെ കർസീവായിട്ടൊക്കെ, ഇതിപ്പോൾ ഇങ്ങനെ കിഡ്സ് എന്ന് ഞാൻ എഴുതി, ഇതിപ്പം ഓവർ കർസീവായിട്ടൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാർഡായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബോർഡായിക്കോട്ടെ ഷോപ്പിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാർ ഒരു സെക്കൻഡായിരിക്കും ചിലപ്പം നമ്മുടെ കാർഡ് അല്ലെങ്കിൽ ഒരു ബോർഡ് പാസ് ചെയ്യുമ്പം വായിക്കുന്നത്. അപ്പോൾ ലോങ് ടേം നോക്കുമ്പോഴത്തേക്കും റീഡബിളായിട്ടുള്ള, ഇപ്പം കിഡ്സ് എന്നിങ്ങനെ എഴുതി ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി കർസീവായിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഫോൺസൊന്നും എടുക്കാതെ കുറച്ച് സിമ്പിളായിട്ടൊക്കെ ഉള്ള ഫോൺസ് എടുത്താൽ ബെറ്റർ ആയിരിക്കും. കീപ്പ് ഇറ്റ് സ്കെയിലബിൾ. അതായത് നമുക്ക് ബിസിനസ് കാർഡ്സിലും ബിൽ ബോർഡ്സിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് സിമ്പിളായിട്ടുള്ള ഫോൺസും എല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആഡ് എ സിമ്പിൾ ഓർ ഐക്കൺ ഫോർ സിമ്പിൾ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഒരു ചെറിയ എന്തെങ്കിലും സിമ്പിളോ ഐക്കണോ നമ്മുടെ ആ ഒരു ലോഗോയിൽ ഉണ്ടായാൽ നല്ലതായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഓർത്തിരിക്കാനും നല്ലതായിരിക്കും. ഇപ്പം നൈക്കിയുടെ ഇങ്ങനത്തെ ആ ഒരു ടിക്ക് വരുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഐക്കൺ ചൂസ് ചെയ്താൽ ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്വാൻ ബുട്ടീക്ക്, അപ്പോൾ എന്തെങ്കിലും ഒരു സ്വാൻ പോലെ വരുന്ന ഒരു സിമ്പിളാണ് എസ് വരുന്നത്. അപ്പോൾ ആ സ്വാൻ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് ആ ബുട്ടീക്ക് എന്നുള്ളത്. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഷുഡ് ബി അഡാപ്റ്റബിൾ. അതായത് ഇപ്പം നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും അതിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര റെയറായിട്ട് എന്തെങ്കിലും കളറ് ചൂസ് ചെയ്തു, പക്ഷേ നിങ്ങൾക്കത് എപ്പോഴും ഇപ്പം നെറ്റിൽ നിന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ആ കളറ്.
ആ കളർ പാലറ്റിനകത്ത് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാൻവയിലോ അല്ലെങ്കിൽ അവിടെ എങ്ങും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പോലും എടുക്കാനും പോലും പറ്റാത്ത ടൈപ്പ് കളേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് ഇടാനും ഭയങ്കര പാടായിരിക്കും സോഷ്യൽ മീഡിയയിൽ. സോ ഏതൊരു കളറാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാനും യൂസ് ചെയ്യാനും പാകത്തിനുള്ള കളർ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ അവോയ്ഡ് ടു മെനി ഡീറ്റെയിൽസ്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു ലെഹങ്കയുടെ ഷോപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ചില ആളുകളിങ്ങനെ ഹാങ്ങർ മാത്രം വെക്കുന്ന ആളുകളുണ്ട് സിമ്പിൾ. പക്ഷേ ചിലരാണെങ്കിൽ ഒരു ഫേസ്, അതുപോലെ തന്നെ ഇങ്ങനെ ടോപ്പും സ്കേർട്ടും ലെഹങ്ക ഒക്കെ ഇട്ട ഒരു കാർട്ടൂണിസ്റ്റിക് ഫിഗർ ഇങ്ങനെ വരച്ചേക്കുന്നതൊക്കെ കാണാം. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് ടു മെനി ഡീറ്റെയിൽസാണ്. നമുക്കത് കവറിൽ അല്ലെങ്കിൽ ബിൽ ബോർഡിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ബോർഡിൽ ഒക്കെ വരുമ്പോഴത്തേക്കും പ്രിൻ്റ് അടിക്കാൻ അല്ലെങ്കിൽ സീലിന് വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പാടാണ്, ഒത്തിരി ഡീറ്റെയിൽസാണ്. അപ്പോൾ അത്രയും ആവശ്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി നോക്കുമ്പോഴത്തേക്കും ഡിഫൈൻ യുവർ ടോൺ ആൻഡ് പേഴ്സണാലിറ്റി. അതായത് നിങ്ങളൊരു ഫ്രണ്ട്ലി ആണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പം വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ അതാണോ, അതോ ലക്ഷറി ആണോ, ബ്രൈഡൽ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഓരോ റീൽസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ വിഷ്വൽ കൺസിസ്റ്റൻസി അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ്. അതായത് ഏത് രീതിയാണോ നിങ്ങളിപ്പം ഇൻസ്റ്റയിലിടുന്ന ആ ഒരു രീതി തന്നെ നിങ്ങൾ വന്നിട്ട് യൂട്യൂബിലിടണം. കാരണം എല്ലാ കസ്റ്റമേഴ്സും അവിടെ ഇവിടെയും എല്ലാം നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ലക്ഷറി പോലത്തെ പിക്ചേഴ്സ് വന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റയിലിട്ടിട്ട് ഇപ്പം നിങ്ങൾ സിമ്പിൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ആണ് വന്ന് യൂട്യൂബിൽ നിങ്ങളുടെ പേജിൻ്റെ അണ്ടറിൽ ഇടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. സോ എല്ലാത്തിലും ഒരേ വിഷ്വൽ കൺസിസ്റ്റൻസി നിങ്ങൾ കൊണ്ടുവരാൻ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടെൽ യുവർ സ്റ്റോറി. അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റോറിയാണ് അറിയേണ്ടത്. നിങ്ങൾ എങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് എത്തി, നിങ്ങൾക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം വന്നത്, അതുപോലെ തന്നെ നിങ്ങളിപ്പം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞ കസ്റ്റമേഴ്സ്, അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഓരോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓരോ ഓർഡേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് വന്ന് ഷെയർ ചെയ്യാം. കാരണം സ്റ്റോറീസുമായിട്ടാണ് ആൾക്കാർ കണക്റ്റ് ആവുന്നത്, അതുപോലെ തന്നെ ഫോളോവേഴ്സ് കൂടുന്നതും അത് പതുക്കെ അവർക്ക് ആവശ്യം വരുമ്പോൾ ഓർഡേഴ്സായിട്ട് മാറുന്നതും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹൗ ടു ബിൽഡ് യുവർ ബ്രാൻഡ് നെയിം, ലോഗോ ആൻഡ് ഐഡൻറ്റിറ്റി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, നോട്ടിഫിക്കേഷനിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ 1000 മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ PDF ആണെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ മതി. Okay then, until the next video, bye.